find the one, you should never give her up. I think it's the way life. Hi friends, welcome back to my channel. ഞാൻ ഇന്ന് ബേക്ക്ഡ് സമൂസയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. ഇതിനു വേണ്ട ചേരുവകൾ 500 ഗ്രാം മൈദ, 3 ടേബിൾ സ്പൂൺ ഷുഗർ, 2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/3 കപ്പ് ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ ഇല്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. 1/3 കപ്പ് വാം മിൽക്ക്, 1/3 കപ്പ് ഇളം ചൂടുവെള്ളം. മൈദയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും ഷുഗറും ഈസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പകുതി ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്ത് നന്നായി നീഡ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഒലിവ് ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി നീഡ് ചെയ്തെടുക്കാം. ഇനി ഡോ ഒരു ക്ലീൻ സർഫസിലേക്ക് മാറ്റിയിട്ട് നന്നായി നീഡ് ചെയ്തെടുക്കാം. ഡോ ഇതുപോലെയാണ് ഉണ്ടാവല്. ക്ലീൻ ഫിൽം കൊണ്ട് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കാം. അതിനു വേണ്ട സാധനങ്ങൾ: 2 മീഡിയം ഉള്ളി, 4 പച്ചമുളക്, 1 ക്യാരറ്റ്, 2 കാപ്സിക്കം, 1 കപ്പ് കാബേജ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 400 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് ചെറുതായി മുറിച്ച് വെച്ചത്, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവയെല്ലാം ചേർത്ത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച പാന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിൻ്റെ കളറ് ചെറുതായി മാറുമ്പോൾ തന്നെ കാബേജ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ക്യാരറ്റും കാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. 1 പിടി മല്ലിയില ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഡോ ഡബിളായി വന്നിന്. ഇനി ഈ ഡോ ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഡോ 12 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ പീസസും ബോളാക്കി എടുക്കാം. ഇനി ഈ ബോൾസ് എല്ലാം പരത്തിയെടുക്കാം.
ഇനി ഈ സമൂസയെല്ലാം ഒരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് 20 മിനിറ്റ്സ് അടച്ചു വെക്കാം. 3 ടേബിൾ സ്പൂൺ പാലും പകുതി മുട്ടയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. പാലും മുട്ടയും മിക്സും സമൂസയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബേക്ക്ഡ് സമൂസ OTG ഓവനിലും കൺവെക്ഷൻ ഓവനിലും രണ്ടിലും ഞാൻ ചെയ്യുന്നുണ്ട്. കൺവെക്ഷൻ ഓവനിൽ 180 ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. 22 മിനിറ്റ്സ് ആണ് ബേക്കിംഗ് ടൈം. OTG ഓവനിലും 180 ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ OTG ഓവനിലും 22 മിനിറ്റ്സ് ആണ് ബേക്കിംഗ് ടൈം. ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു കൂളിംഗ് ട്രേയിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ബേക്ക്ഡ് സമൂസ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.